പാർട്ടി നിലനിൽക്കും, പക്ഷേ ആളുകൾ അതിൽ നിന്ന് പോകും. ആ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഉമേഷ് ബാബു ഉൾപ്പെടെ കണ്ണൂരിലെ പല പഴയ സഖാക്കളും പറഞ്ഞ കാര്യം തന്നെയാണ്. കാലിനടിയിൽ നിന്ന് മണ്ണ് ഊർന്നു പോവുക. ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതിനൊക്കെ അപ്പുറം പോയ ആളാണ് മുഖ്യമന്ത്രി. ഇതൊന്നും കണ്ട് കുലുങ്ങുന്ന ആളൊന്നും അല്ല അദ്ദേഹം. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ പാലം കുലുങ്ങിയിരിക്കുക മാത്രമല്ല, പാലം തകർന്ന് പഞ്ചവടി പാലം പോലെ തകർന്ന് വെള്ളത്തിൽ കൂടി ഒഴുകി പോയിരിക്കുന്നു. CPM തന്നെയാണ് അതിന്റെ രക്തസാക്ഷി. എങ്കിൽ തന്നെ അദ്ദേഹം മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു സംഘമുണ്ട്, ഒരു ആരാധക വൃന്ദവും ഒക്കെയുണ്ട്. പിണറായി ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് പാടാൻ കുറെ കവികളുമുണ്ട്. അപ്പൊ ആകപ്പാടെ കൂടെ ഒരു ആരാധക വൃന്ദത്തെയൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ തനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, പാർട്ടിക്കൊരു കുറ്റവും പറ്റിയിട്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പാർട്ടിയെ ഏത് നെറികേടിലും പ്രതിരോധിക്കാൻ ഉള്ള തൊലിക്കട്ടി അദ്ദേഹത്തിനുണ്ട്. ഇരട്ട ചങ്കല്ല, ഇരട്ട തൊലിയാണ്. അതായത് നമ്മൾ കണ്ടതല്ലേ കേരള സഭ, നവോത്ഥാന സഭ എന്ന് പറഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ ഗൺമാൻ, ഇവരൊക്കെ ഇറങ്ങി നാട്ടുകാരെ തല്ലുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ലേ, ഇയാൾ ആരിറങ്ങിയിട്ടല്ല. അതിനെ ന്യായീകരിച്ചു. അത് രക്ഷാപ്രവർത്തനം. DYFIയുടെ ആൾക്കാർ തെരുവിലിറങ്ങിയ ആളുകളെ തല്ലുന്നു. അവർക്ക് ആരെ അധികാരപ്പട്ടം കൊടുത്തിരിക്കുന്നത്? അവരെന്താ ആഭ്യന്തരാസന കേൾപ്പാനോ? റാങ്ക് തോറ്റുപോയ ആളിനെ റാങ്ക് കൊടുത്ത് PSC SI ആയിട്ട് നിയമിച്ച ഇതുപോലെ ഇവരെ വല്ലവരും ഈ രക്ഷാസേനയായിട്ട് നിയമിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്താണ്? അപ്പൊ അതിനൊന്നും ഒരു ഉളുപ്പും ഇല്ലാതെ പറയുന്ന ഒരാളാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് നാം സങ്കല്പം. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന മരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. സങ്കല്പം മർദ്ദനങ്ങൾ സഹിച്ചിട്ടുണ്ട്, ശരിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ചോര ഒലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ചങ്കൂറ്റമുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനം ചിലരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെ നാമാവശേഷം ആവും. അന്തരിച്ച MN വിജയൻ സഖാവായിരുന്നല്ലോ, ദേശാഭിമാനിയുടെ എഡിറ്ററും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് തന്നെയാണ്. പാർട്ടി നിലനിൽക്കും, പക്ഷേ ആളുകൾ അതിൽ നിന്ന് പോകും. ആ കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഉമേഷ് ബാബു ഉൾപ്പെടെ കണ്ണൂരിലെ പല പഴയ സഖാക്കളും പറഞ്ഞ കാര്യം തന്നെയാണ്. കാലിനടിയിൽ നിന്ന് മണ്ണ് ഊർന്നു പോവുക. പക്ഷെ അവസാനം വരെ ചോരാതെ പോയാലും ആ പാതാള കുഴിയിലേക്ക് വീണാലും മാറാതെ അദ്ദേഹം അവിടെ തന്നെ നിൽക്കും. ഇപ്പൊ തോമസ് ഐസക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രി, പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പൊ കേരളത്തിലെ ഈ കുഴിയിലാക്കിയിരിക്കുന്നതെന്നുള്ള സത്യമാണെങ്കിലും കിഫ്ബി ഒക്കെ ആവിഷ്കരിച്ച് അപ്പൊ ഒരു ചതിപ്രയോഗത്തിലൂടെ കേന്ദ്രത്തെ പറ്റിക്കാവുന്ന കരുതി. അങ്ങനൊന്നും പറ്റിക്കാൻ പറ്റില്ലെന്ന് കേന്ദ്രം കാണിച്ചു കൊടുത്തു. അതിന്റെ ഫലമാണ് ഇപ്പോൾ കേരളം ഈ കടത്തിന്റെ പാതാള കുഴി വീണ് കിടക്കുന്നത്. വീണതെല്ലോ കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ ചാണകവും അണിഞ്ഞു എന്ന് പറയാം. കാരണം ചാണകം എന്നാണല്ലോ ഇവർ BJPയെ വിളിക്കുന്നത്. ചാണകം തൃശ്ശൂർ ചാണകം അണിഞ്ഞു അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ചാണകവും അണിഞ്ഞു എന്ന് പറയുന്നത് വളരെ അന്വർത്ഥമായിരിക്കും. പാണ്ഡൻ നായരുടെ പല്ലിന് ഫലം ശബരി ഇപ്പൊ പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്നുള്ള ഒരു യുക്തിയാണ്. കാരണം ഇപ്പോ അദ്ദേഹത്തിന് അർഹമായ CPM അർഹമായിട്ടുള്ള ഒരു രാജ്യസഭാ സ്ഥാനം സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നല്ലോ. CPM തന്നെ വലിയേട്ടൻ മനോഭാവത്തോട് ഇത്ര നാളും കൈയടക്കി വെച്ചിരിക്കുന്ന ആ ഒരു അധികാരം കുറച്ച് പോയിട്ടുണ്ടെങ്കിലും, അതായത് പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ആ ഒരു ശൗര്യത്തോടു കൂടി അദ്ദേഹം വീണ്ടും നിലനിൽക്കുകയാണ്. തോമസ് ഐസക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തിരിച്ച് തോമസ് ഐസക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇതൊന്നും വകവയ്ക്കാൻ പോകുന്നില്ല. അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കണ്ണൂർ ലോബി അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ P ജയരാജനാദികളായിട്ടുള്ള P ജയരാജൻ. കണ്ണൂർ ലോബി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ CPM ടോട്ടൽ വൻ തകർച്ച സംഭവിച്ചത്. വോട്ട് 1% കുറഞ്ഞിരിക്കുകയാണ് അവിടെ. അതെ, ഇത് CPM പോലൊരു മെഷീനറിക്ക്, ഒരു കേഡർ പാർട്ടിക്ക് ഇത് മുമ്പേ തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടല്ലോ. എന്താ ഒരാള് ഷാജിമാര് CPM എതിരിപ്പ് തിരിഞ്ഞിരിക്കുകയാണ്. ആകാശ് ചില്ലങ്കേരി ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, വെല്ലും വിളിച്ചു ചിഹ്നം വിളിച്ചും കൊണ്ട്. അവരെ പോലെ അവരുടെ പിന്നാലെ പോകും കേരളത്തിലെ ജനങ്ങളെന്നാണോ വിചാരിച്ചത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധോദയം ഉണ്ടായി. CPM കൊണ്ട് ഇത് തുപ്പും നടക്കുകയല്ലേ. കേരളത്തെ കടക്കണയിലാക്കി ഇവിടെ ആൾക്കാരുടെ മേൽ 3000 കോടി രൂപയുടെ ഭാരം തലയ്ക്ക് മേൽ വെച്ചിട്ട് അവരെ കൂടുതൽ നികുതിദാതാക്കൾ വാക്കി മാറ്റി അവർക്ക് അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് പണം കൈയിട്ട് വാരുകയും അവർക്ക് കുത്തുപാട സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി തലമുറ എന്ന് പറഞ്ഞാൽ
അവരുടെ പിന്മുറക്കാരുടെയൊക്കെ ജീവിതം അവതാളത്തിലാവും, വിദേശങ്ങളിലേക്ക് കുടിയേറിപ്പോവും. അവരെ വിളിച്ചൊരു ലോക കേരള സഭ നടത്തും. അതല്ല കേരളത്തിന് വേണ്ടത്. സർവീസിലായാലും അതുപോലെ മാനുഫാക്ചറിങ്ങിലായാലും കൃഷിയിലായാലും ഒക്കെ പുതിയ പുതിയ ഹൈ ടെക്നോളജികളും കണ്ടുപിടിച്ച് ഇവർ ഈ ബജറ്റിൽ തന്നെ പറഞ്ഞാൽ സൺറൈസ് ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നു. എന്ത് സൺറൈസ് ഇൻഡസ്ട്രീസ് അവർ കൊണ്ടുവന്നത്? ഇപ്പോൾ സൺറൈസ് അല്ല, ഇപ്പോൾ ഡൗൺ ആണ്, അതായത് സൂര്യാസ്തമനമാണ്. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൺറൈസ് ഒന്നും അല്ല. അപ്പോൾ അത് അതിന്റെ അസ്തമനമാണ്, ഒരു പാർട്ടിയുടെ അസ്തമനമാണ്. അസ്തമനമാണെങ്കിലും ഇതിന്റെ കാരണഭൂതൻ അവിടെ വിട്ട് പോവുകയില്ല, സ്റ്റാൻഡിൽ തന്നെ തുടരും, സ്റ്റാൻഡ് വിട്ട് പോവുകയില്ല. അപ്പോൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രകാശ് കാരാട്ട്, ഇപ്പോൾ തോമസ് ഐസക്ക് പോട്ടെ, പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒക്കെ പറഞ്ഞല്ലോ വളരെ ഗൗരവാവഹമായിട്ടുള്ള ഒരു പരാജയമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന്. അപ്പോൾ അവരെ പോലും വകവയ്ക്കാത്ത ഒരു മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ഇന്നും നാളെ നടത്തുന്ന പാർട്ടി യോഗത്തിൽ ശ്രീ പിണറായി വിജയനെതിരെ എന്ത് നടപടി ഉണ്ടെന്ന് വരും ദിവസങ്ങൾ കണ്ടറിയാം. നന്ദി ശ്രീ. അതെ.